സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, മകളാണ് എന്നൊക്കെ എഴുതി വെച്ചത് പണ്ട് പുരുഷന്മാരാണ്. പുരുഷന്മാരായ എഴുത്തുകാർ, കവികൾ അവരൊക്കെയാണ്. പുരുഷപക്ഷ കഥാകാരന്മാർ എഴുതി വച്ച ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു പുരുഷൻ മാറ്റി എഴുതിയിട്ടുണ്ട്. പുരുഷൻ അച്ഛനാണ്, പുരുഷൻ സഹോദരനാണ്, പുരുഷൻ മകനാണ് എന്നൊക്കെ ഒരു പുരുഷനും എഴുതിയതായി കണ്ടിട്ടില്ല. ഒരു സ്ത്രീയും എഴുതിയതായി കണ്ടിട്ടില്ല. സ്ത്രീയെ ഒരു സഹജീവിയായി കാണുകയാണ് വേണ്ടത്, തങ്ങളിൽ ഒരാളായി. ഏതൊരു പുരുഷനും അവളെ കാണേണ്ടത് അങ്ങനെയാണ്. സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. അവർ നിരന്തരം ഇടപഴകുന്ന അവരുടെ സ്വന്തം ആളുകൾ പോലും അവരുടെ ഐഡൻറ്റിറ്റിയെ അംഗീകരിക്കുന്നില്ല. അവർ തങ്ങളുടെ അജ്ഞാനുവർത്തികളായി നിൽക്കേണ്ടവരാണ് എന്ന മട്ടിലാണ് ഭൂരിഭാഗം പുരുഷന്മാരും. കുടുംബാംഗങ്ങളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, അച്ഛനായാലും മകനായാലും ഭർത്താവായാലും ഇവർ തങ്ങളുടെ വരുതിയിൽ നിൽക്കേണ്ടവരാണ്. തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ ആവശ്യങ്ങൾ ഒക്കെ സാധിച്ചു തരേണ്ടവളാണ് ഒരു സ്ത്രീ എന്നാണ് പലരും കരുതി പെരുമാറുന്നത്. അതിപ്പോൾ ചങ്ങാതിമാരും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കൂട്ടുകൂടാൻ വരുന്നവർ മെസ്സഞ്ചറിലൊക്കെ വന്ന് ഒന്ന് പരിചയപ്പെട്ട് 2 തവണ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീയെ ഏതവനുമാകട്ടെ അവൻ വിളിക്കുക ഡാ, ഡി എന്നൊക്കെയാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അങ്ങെടുക്കുകയും പിന്നെ പതുക്കെ പതുക്കെ ലൈംഗിക സംഭാഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചൂണ്ടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണല്ലോ പൊതുവെ മെസ്സഞ്ചറിലൊക്കെ കാണുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ ലൈംഗിക ദാരിദ്ര്യം, അത് വേറെ വിഷയം. സ്ത്രീയെ ഒരു വസ്തുവായി, ചരക്കായി കാണുന്ന ആ ചിന്താഗതി മാറിയേ പറ്റൂ. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ബസ്സിന് വട്ടം വെച്ചു, തൻ്റെ 2 വീലർ. എന്നിട്ട് അവരിറങ്ങി വന്നു, ഡ്രൈവറുമായി തർക്കിക്കുകയാണ്. കാരണം അവർ റോഡരികിലൂടെ പോകുമ്പോൾ അവരെ തട്ടിയിടാൻ തക്ക അരികു ചേർത്ത് ഇയാൾ വണ്ടി ഓടിച്ചു. അവരുടെ ഒപ്പം അവരുടെ മകളുമുണ്ട്, ഒരു മുതിർന്ന പെൺകുട്ടി. 2 പേരും ചേർന്നാണ് ഈ ഡ്രൈവറുമായി വഴക്കിടുന്നത്. അപ്പോൾ എൻ്റെ അരികിലിരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ, അയാൾ പറയുകയാണ്, ഒന്നുമില്ലെങ്കിലും അവളൊരു പെണ്ണല്ലേ, ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ പെരുമാറാമോ റോഡിൽ കിടന്ന്, ഇങ്ങനെയൊക്കെ വഴക്കടിക്കാമോ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അവർ പ്രതികരിച്ചതിൽ എന്താണ് തെറ്റ്? പെണ്ണുങ്ങൾ ഇങ്ങനെയൊന്നും വർത്തമാനം പറയാൻ പാടില്ല, അതൊന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. സ്ത്രീ ഒരു സഹജീവിയാണ്, നമ്മളെപ്പോലെ തന്നെ, പുരുഷനെ പോലെ തന്നെ മറ്റൊരാളാണ്, മറ്റൊരാളല്ല, മറ്റൊരുവളാണ്. അത് മനസ്സിലാക്കുക.